ഹലോ ഗൈസ്, മെറി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ ഡിസംബർ 24th ആൻഡ് 25th ചേട്ടായുടെ നമ്മുടെ അടുത്തായിട്ടാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ചെറിയൊരു വ്ളോഗ് റെഡിയാക്കുന്നുണ്ട്. 24th ഈവനിങ് നമ്മൾ ചേട്ടായുടെ അടുത്ത് വന്നു, ചായ കുടിച്ചു, ഫുഡ് കഴിച്ചു, പള്ളിയിൽ പോയി. 25th ഉച്ചയാകുമ്പോൾ നാളെ നമ്മൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് അവിടെയാണ് ഡിന്നർ. അപ്പം വ്ളോഗ് കണ്ടിട്ട് വന്നാലോ? മെറി ക്രിസ്മസ് വൺസ് അഗെയിൻ. ചേട്ടൻ നമുക്ക് വേണ്ടി അടിപൊളി കട്ട്ലറ്റും എഗ് പഫ്സും അതുപോലെ പ്ലം കേക്കും ആക്കിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ചേട്ടൻ ആദ്യമായിട്ടാണ് പ്ലം കേക്ക് ആക്കുന്നത്, പക്ഷെ അടിപൊളിയായിരുന്നു. ഞങ്ങളിപ്പം മുറിച്ചില്ല, പിന്നെ വൈകുന്നേരം മുറിച്ച്. ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു ഇത്ര കഷ്ടപ്പെട്ട് കുക്ക് ചെയ്തപ്പോൾ? ഉണ്ണി അങ്ങനെയാണെങ്കിൽ ഉണ്ണി ജനിച്ചോണ്ട് ഉണ്ണി കേക്ക് പറയുന്നു. ഡി ചേച്ചിയുടെ അടുത്ത് നിൽക്കും. അങ്ങനെ കേക്ക് മുറിച്ച് ചേട്ടയാക്കി ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ പള്ളിയിലോട്ട് പോയി. പുറത്ത് നല്ല സ്നോ ഉണ്ടായിരുന്നു. രാത്രി 11 മണിക്കായിരുന്നു കുർബാന. കുർബാന കഴിഞ്ഞു. ഏകദേശം 12:15 ആയപ്പോഴാണ് കുർബാന കഴിഞ്ഞത്. അച്ഛന്മാരും അൾത്താർ ബാലന്മാരും തിരിച്ചു പോകുന്ന കേട്ടോ ഇത്. ഇവിടെ ഒരു വലിയ ക്രിബ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഇടവകയിൽ ഒരു ഫാമിലിയാണ് സെറ്റ് ചെയ്തതെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ക്രിസ്മസ് സെറ്റാണ് വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും ഇങ്ങനെ സെറ്റ് ചെയ്യാറുണ്ടല്ലോ, സിമിലർ ടു ദാറ്റ് ഇവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് DJക്ക് ക്രിസ്മസ് കൂടിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇതാകട്ടെ ഇവിടെയുള്ള അൾത്താര. നാട്ടിലെ പോലെ അങ്ങനെ എല്ലാ പള്ളിയിലും തിരിശീല കൊണ്ട് കവർ ചെയ്യുന്ന ഒരു പരിപാടി ജർമ്മനി ഞാൻ അത്രമാത്രം നോട്ടീസ് ചെയ്തിട്ടില്ല. ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്ന അൾത്താരയിൽ. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങി ക്രിസ്മസ് ചെടിയില്ലേ, അത് വെച്ച് എപ്പോഴും അത് വെച്ചാണ് പൊതുവെ ക്രിസ്മസിന് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാറ്. ഇതാണ് നമ്മുടെ ഉണ്ണീശോ. അങ്ങനെ പള്ളിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ചേട്ടായിയും DJയും ഉണ്ണിയും കൂടെ സ്നോയിൽ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് ഇല്ലായിരുന്നു, പ്ലാനൊന്നും ചെയ്തില്ലായിരുന്നു കളിക്കണമെന്ന്. പക്ഷെ പെട്ടെന്ന് സ്നോ കണ്ട് ഇവർ കളിക്കാൻ തുടങ്ങി. ഭയങ്കര ഫണ്ണായിരുന്നു. പള്ളിയിൽ കഴിഞ്ഞ് പോയ ഒരുപാട് ആൾക്കാർ ഓൾറെഡി സ്നോ വാരി കളിച്ചിട്ടുണ്ടായിരുന്നു. മ്യൂണിക്കിൽ ഈ വർഷം പൊതുവേ സ്നോ കുറവാണ്. അതുപോലെ വലിയൊരു ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്മസ് വൈറ്റ് ക്രിസ്മസ് എന്ന് പറയും. അതായത് സ്നോ ഉണ്ടെങ്കിൽ വൈറ്റ് ക്രിസ്മസ് എന്ന് പറയും. യൂഷ്വലി ഡിസംബർ 24th 25th ടൈമിൽ സ്നോയിങ് കുറവാണ് മ്യൂണിക് സിറ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് അടിപൊളിയായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആക്ച്വലി എന്നെ ആരും കാര്യമായിട്ട് അറ്റാക്ക് ചെയ്തില്ലായിരുന്നു. ഞാൻ സേഫായിരുന്നു. ആൻഡ് ഇവർ ചെയ്യുന്ന കാണാൻ ഭയങ്കര രസമായിരുന്നു. സ്നോയിൽ കളിച്ച് കൈയും മുഖവും എല്ലാം വേദനിച്ച് അവസാനം എല്ലാവരും തിരിച്ച് വീട്ടിലെത്തി. DJയുടെ ജാക്കറ്റ് ഫുൾ സ്നോ ആയിരുന്നു. ഭയങ്കര തണുപ്പെന്നൊക്കെ വെച്ചാൽ വേദനിക്കുമോ? മൂക്കിൻ്റെ ഇവിടേക്ക് പിന്നെ എറിഞ്ഞിട്ട് സ്നോ വീണിട്ട് ചോർന്നു. അപ്പോൾ ഡിസംബർ 25th ആയി. പ്രോസ്റ്റ്. ചൂട് ഗ്ലൂ വൈൻ. അങ്ങനെ ഗ്ലൂ വൈൻ കുടിച്ച് പ്ലം കേക്ക് കഴിച്ച് ഞാനും DJയും കൂടെ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന സ്നോയിൽ കളിക്കുന്ന ഒരു റീൽ ചെയ്യാൻ വേണ്ടി ഏകദേശം 2 മണിക്ക് ക്യാമറമാൻ ഉണ്ണിയുടെ കൂടെ പുറത്തിറങ്ങി. റീലൊക്കെ എടുത്ത് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നല്ല ചൂടുള്ള അപ്പം ചുട്ടു. ക്രിസ്മസ് ആണല്ലോ, പള്ളിയിലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം മെയിനായിട്ട് ചെയ്യാനുള്ളത് നല്ല അടിപൊളി ഫുഡ് കഴിക്കലാണ്. വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂവും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അത് എൻ്റെ വകയായിരുന്നു. അടിപൊളിയായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. അതിനുശേഷം പിന്നെയും പുറത്തു പോയി. അപ്പം നമ്മളെല്ലാവരും ഡിസംബർ 25-ന് ഒരുങ്ങി കെട്ടി എങ്ങോട്ടാണ് പോകുന്നത്? ചേട്ടേ പറയണം.
ഫ്രീ ഡോർ കല്ല സെമിത്തേരിയിലേക്ക് പോവാം. ചുമ്മാ ഒരു വാക്കിൽ അല്ലേ? 4 ശരിക്കും നമ്മൾ ഒച്ചത്തിൽ, എന്നോട് എല്ലാവരും പറഞ്ഞു ഒച്ചത്തിൽ പറയണം, കേൾക്കുന്നില്ല അല്ലേ? മൈക്ക് വാങ്ങണം. ഞങ്ങളങ്ങനെ സെമിത്തേരിയിലെത്തി കേട്ടോ. സെമിത്തേരി എന്ന് പറയുമ്പം ഇവിടെ വലിയൊരു പാർക്കാണ്. എനിക്ക് തോന്നുന്നത് മോർ ദാൻ 10 ഏക്കറുണ്ട്. അവിടെ ഒരുപാട് ഡിഫറെൻറ്റ് മതത്തിലുള്ള ആൾക്കാരെ അടക്കിയ ഒരു സെമിത്തേരിയാണ്. ഈ സെമിത്തേരിയിൽ പൊതുവെ ജർമ്മനിയിലെ സെമിത്തേരി ഇങ്ങനെ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വാക്കിന് പോകുന്നതാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. ഓടാനോ ജോഗിങ്ങിനോ അങ്ങനെയൊന്നും അധികം ആൾക്കാർ പോവാറില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെമിത്തേരിയാണ്. എല്ലാ ആൾക്കാരും ഓരോ സെമിത്തേരിയും ക്രിസ്മസ് ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ ക്രിസ്മസ് ട്രീയും അല്ലെങ്കിൽ ട്രീയുടെ ഓർണമെൻറ്റ്സും ഒക്കെ കൊണ്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ കാണിച്ച കാൽപ്പാട് ഗൂസിൻ്റെതായിരുന്നു കേട്ടോ. സ്നോയിൽ കാണിച്ചില്ലേ, അവരാണ് ഈ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ഗൂസ് ഉണ്ട്, ഡക്സും എല്ലാവരും ഉണ്ട്. ബേസിക്കലി അടിപൊളി സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ ജർമ്മനിയിൽ ഇങ്ങനത്തെ ഒരു ആനിമൽസിനെയും ബേർഡ്സിനെയും നമ്മൾ അറ്റാക്ക് ചെയ്യാനോ പിടിക്കാനോ ഒന്നും പാടില്ല. സോ ഈ പറയുന്ന ജീവികൾക്കൊന്നും മനുഷ്യനെയും വലിയ പേടിയില്ല, ആരും അറ്റാക്ക് ചെയ്യില്ല എന്ന് ഏകദേശം അവർക്കറിയാം. അതുകൊണ്ട് അവരും ഒരു സേഫ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിലാണ്. നമ്മളും ആ പാർക്കിൽ പോകുമ്പോൾ നമ്മൾ കണ്ടാലും പേടിച്ച് അങ്ങനെ ഓടത്തൊന്നുമില്ല. ഈ പാർക്കിന് നടുക്ക് ആക്ച്വലി വലിയൊരു ലേക്ക് ഉണ്ട് കേട്ടോ. ആൻഡ് ഇന്നലെ നമ്മൾ ബാക്കി വെച്ച പരിപാടി ഇന്ന് ചുമ്മാ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ചേട്ടായുടെയും ഡിജയുടെയും സെക്കൻഡ് വിൻ്ററാണിതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വർഷം പൊതുവെ സ്നോ കുറവായിരുന്നതുകൊണ്ട് നമ്മൾക്കങ്ങനെ ഒരുപാട് സ്നോയിൽ കളിക്കാനുള്ള സിറ്റുവേഷൻ ഒന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടന്നുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്ന് ഉണ്ണി എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ വീഡിയോ എടുക്കും. അതുകൊണ്ട് ഞാൻ വെറുതെ സ്നോയിൽ കളിക്കാൻ പോയതാണ്. എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്തു. എനിക്ക് നല്ല പണി കിട്ടി. എൻ്റെ മുഖത്ത് ഫുൾ സ്നോ ആയിരുന്നു. സ്നോ ഇങ്ങനെ മുഖത്ത് കണ്ണിൻ്റെ ഉള്ളിലൊക്കെ വീഴുമ്പോൾ കണ്ണിൻ്റെ ഒരു ഭയങ്കര പെയിൻ എടുക്കും. ബട്ട് ഞങ്ങളെല്ലാവരും സ്നോ വാരുന്ന സ്ഥലം നോക്കിയിട്ടാട്ടോ ചെയ്യുന്നത്. അതായത് നമ്മൾ സ്നോ വാരുന്ന അവിടെ എന്തെങ്കിലും ഇലയോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചെറിയ പീസസൊക്കെ ഉണ്ടോ നോക്കി അങ്ങനെ എന്തെങ്കിലും ഡേർട്ടുള്ള സ്ഥലത്ത് നല്ല സ്നോ എടുക്കുന്നത്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള സ്നോ തന്നെ എടുത്താണ് വാരുന്നത്. എനിക്ക് നല്ല വേദന എടുത്തു കണ്ണിൻ്റെ ഉള്ളിൽ സ്നോ പോയിട്ട്. ഇവിടെ തണുത്തിട്ടും എനിക്ക് നിറയില്ലേ, തണുത്തിട്ട് വേദനിക്കുന്ന വേറൊന്നുമല്ല, എൻ്റെ ഫോണായി പോയി. ഇവൻ മറ്റേ ചേട്ടന്റെ കൈ വലിയ ഉണ്ട്. ചേട്ടൻ ടാർഗറ്റ് നോക്കിയിരിക്കുക. ഇന്ന് എന്റെ ദിവസം. ഞാൻ ക്യാമറമാൻ ആയിക്കോളാം. എല്ലാത്തിനും ക്ലോസപ്പ് നോക്കട്ടെയായിരുന്നു. ഞാനൊന്നും ചെയ്യരുതെന്ന് ഉണ്ണിയോട് റിക്വസ്റ്റ് ചെയ്യാമായിരുന്നു. ആക്ച്വലി മുഖത്ത് സ്നോ വീണിട്ട് തണുപ്പിൻ്റെ ഒരു പെയിൻ ഉണ്ടല്ലോ, അത് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊരു രസമല്ലേ, ഞാൻ പണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു തവണ സ്നോയിൽ കളിക്കുന്നത്. ചേട്ടായിയാണെങ്കിൽ ഈ പറയുന്ന പോലെ സ്നോയും കൊണ്ട് വലിയ ബോളാക്കിക്കൊണ്ട് നടക്കുവാണ്. ഒരു ചാൻസ് കിട്ടിയാൽ അപ്പം എറിയും. അതാണ് ചേട്ടയുടെ പ്ലാൻ. വീഡിയോ മതിയതാണോ? ഓക്കെ, കളി കഴിഞ്ഞേ. കുഞ്ഞുണ്ട തിരിയുന്നുണ്ടോ? സ്നോമാൻ്റെ തലയാ ഫോം ആയിക്കൊണ്ടിരിക്കണം. ഇടല്ലേ, മഞ്ഞിടല്ലേ. നമ്മൾ കുറച്ച് ജോയിൻ്റ് ചെയ്യാൻ കുറച്ച് സ്നോയും കൂടെ എടുക്കണം. സ്നോമാൻ്റെ തലയായി. ഇനി 2 കണ്ണൊപ്പിക്കണം, 2 ബ്ലാക്ക് ഡോട്ട്. മൂക്ക് ഇല്ലല്ലോ. സത്യം, ഇത്രയും വലിയ സ്നോമാനിൽ ക്യാരറ്റ് എവിടെ കാണാനാ? കണ്ണൊപ്പിക്കാനുള്ള കഷ്ടപ്പാടില്ല. ഒരു കണ്ണായി.
ഇതൊക്കെ ആൾക്കാർ റേസിൻസ് വെച്ചൊക്കെ ആക്കുന്നത്, ഞാനിവിടെ കീറി ഇല വെച്ചിട്ടൊക്കെ. ഞാൻ കമ്പ് കുറച്ചിട്ട് ഇഞ്ചിട്ടാണ് അത് കളപ്പിച്ചേക്കുന്നത്, വേവിച്ചേക്കുന്നത്. എന്റെ മോനെ ക്രിയേറ്റിവിറ്റി നന്നായിട്ടുണ്ട്. ഉള്ള സാധനം വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കമ്പൊന്നും കിട്ടുന്നില്ല. ഇത് നാക്കാണോ? അല്ല, ഇനി മൂക്കാ ക്യാരറ്റ് കൊണ്ട്. പക്ഷെ സിഗരറ്റ് വലിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇതിനും ഓറഞ്ച് കളറില് മൂക്കാണ്. ഞാൻ കണ്ടില്ല വേറെ ഒന്നും. അതാ ഹായ്. ചേട്ടായി എറിയാൻ പോളാക്കി വെച്ചേക്കോ. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു സ്നോമാനെ ഉണ്ടാക്കി. കുഴപ്പമില്ല, അടുത്ത തവണ വേണം കുറച്ചുകൂടി നന്നാക്കാൻ. പിന്നെ വീട്ടിലെത്തി ഞങ്ങൾ രാവിലത്തെ അപ്പത്തിന് ബാക്കി കുറച്ച് അപ്പം, ചേട്ടായുടെ ഉണ്ണിയുടെ വക സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ആയിരുന്നു, ഒലത്തിയത് സംതിങ്, പിന്നെ ഫിഷ്. അതൊക്കെ കഴിച്ച് ഞാനും DJയും ഉണ്ണിയും കൂടെ ചേട്ടയുടെ അടുത്തുനിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് പോന്നു. ഇത് ഡിസംബർ 25 എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ചേട്ടയുടെ അടുത്തുനിന്ന് ഞങ്ങളുടെ അടുത്തോട്ടൊരു 1/2 hour ഡ്രൈവ് ഉണ്ട്. 25 ഡിന്നർ ഞങ്ങളുടെ അടുത്തുനിന്നാണ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഞങ്ങളുടെ വീട്ടിലെത്തി. ആൻഡ് 25 ഡിന്നർ കഴിക്കാൻ പോവാണ്. എല്ലാവരും നേരത്തെ കണ്ട ക്രിസ്മസ് ട്രീ. കിച്ചണിൽ ഫുഡ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നു. ബേസിക്കലി നമ്മൾ ഒത്തിരി നോൺ വെജൊക്കെ കഴിച്ച് മടുത്തതുകൊണ്ട് ക്രിസ്മസ് 25 ഡിന്നർ കഞ്ഞിയും പയറും പപ്പടവും പാവയ്ക്ക വറുത്തതാണ്. കാണിച്ചു തരാം. കഞ്ഞിയും പയറും തേങ്ങയും പപ്പടം. അവിടെ പാവയ്ക്ക വറുത്ത് ഇരിപ്പുണ്ട്. സോറി, പാവയ്ക്കല്ല, ഇത് കോവയ്ക്ക. അമ്മ വീട്ടിൽ നിന്ന് ആക്കി തന്നു. പിന്നെ അച്ചാർ. എല്ലാവരുടെയും ഒരുമിച്ചുള്ള തീരുമാനമായിരുന്നു അല്ലേ? ആക്ച്വലി കഞ്ഞി എന്നുള്ള ഐഡിയ ചേട്ടായുടെ ആയിരുന്നു. അതെന്തായാലും നന്നായി, നല്ല കഞ്ഞിയായിരുന്നു. കഞ്ഞി ഭയങ്കര ലൂസാക്കിയിട്ടല്ല, കുറച്ച് വെള്ളം കുറച്ച് തിക്കായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് അപ്പറ്റീറ്റ്. ഉണ്ണിയാണ് നമ്മുടെ ഗസ്റ്റ് അല്ലേ ഉണ്ണി? ബാക്കിൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു കഞ്ഞി? ഗുഡ്, കൊള്ളായിരുന്നു. പപ്പടോ? നല്ല ടേസ്റ്റി പപ്പടായിരുന്നു. ഞാനാ പൊള്ളിച്ചേ. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി 25 ഡിന്നറും കഴിഞ്ഞു, കിടക്കാൻ പോവാണ്. നാളെ നമ്മൾ എങ്ങോട്ട് പോകുന്നത്? ഓസ്ട്രൈഷ്. ഇവനാണ് നമ്മുടെ ഒഫീഷ്യൽ ജർമ്മൻ ആള്, അത് തന്നെ. അപ്പം ഇനി ഓസ്ട്രിയ ട്രിപ്പിൽ കാണാം. അതുവരെ ബൈ ബൈ.